സാധാരണയായിട്ട് ഒരു മനുഷ്യന് 70 to 80 ഡെസിബിൾ ശബ്ദം മാത്രമേ സഹിക്കാൻ പറ്റൂ. എന്നാൽ നിങ്ങളുടെ ഫാക്ടറിയിൽ 148 ഡെസിബിൾ ശബ്ദം റെക്കോർഡായിട്ടുണ്ട്. അത് ഇടിമിന്നലിനേക്കാൾ കൂടുതലാണ്. ഈ ഉയർന്ന ശബ്ദത്തിൽ അവർ ജോലി ചെയ്യുന്നത് കൊണ്ട് അവർക്കെല്ലാം തലവേദന, ഹൈപ്പർ ടെൻഷൻ, BP കൂടുന്നു, കോൺസെൻട്രേഷൻ പ്രോബ്ലംസ്, പിന്നെ ഹാർട്ട് അറ്റാക്ക് പോലും വരാനിടയുണ്ട്. വാട്ടർ പൊല്യൂഷനും എയർ പൊല്യൂഷനും പോലെ തന്നെ ഈ സൗണ്ട് പൊല്യൂഷനും നമ്മുടെ ജീവിതം ഇല്ലാതാക്കും. കണ്ടോ, ഇവിടെ ആർക്കും ഇതിനെപ്പറ്റി ഒരു കംപ്ലൈന്റും ഇല്ല. വികസിത രാജ്യങ്ങൾ മാത്രമല്ല, വികസ്വര രാജ്യങ്ങളും അവരുടെ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താൻ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളിപ്പോഴും LKG ലെവലിലാണ് ഉള്ളത്. ഈ അടുത്ത കാലത്താണ് 8 മണിക്ക് ശേഷം പടക്കം പൊട്ടിക്കരുതെന്നും 10 മണിക്ക് ശേഷം ലൗഡ് സ്പീക്കർ ഉപയോഗിക്കരുതെന്നും തീരുമാനമെടുത്തത്. നമ്മൾ സൈലൻസ് എന്ന് പറയുമ്പോൾ പോലും ഉറക്കെ പറയാനാ പഠിച്ചിരിക്കുന്നത്. ജോലി അറിയാത്ത ആളെയാണോ പിടിച്ചാൽ? 6 മാസം കൂടെ വാ. വിളിച്ച് ഇൻഫോം ചെയ്യലൊക്കെ കഴിഞ്ഞോ? വർക്ക് ശരിയായിട്ട് അറിയാത്തവരെ എല്ലാം ഈ മെഷീന്റെ അടുത്തേക്ക് ആരാടി പറഞ്ഞു വിട്ടത്? കൺട്രി ബ്രൂട്ട്. ഈ മെഷീന്റെ ഒക്കെ വില എന്താണെന്നറിയോ? നീ തരുമോ ഇതിന്റെ കാശ്? ആട്ടെ, നിങ്ങൾ എന്ത് ബുദ്ധിയാ പറഞ്ഞു കൊടുത്തത്? ആ പെൺകുട്ടിയെ രക്ഷിക്കണമെങ്കിൽ മെഷീൻ ഉടച്ചാ മതി എന്നാ പറഞ്ഞു. ഓ, നല്ല ബുദ്ധിയാ. കൈ കൊടു. വേദനിക്കണ്ട. ഇപ്പൊ അവരവർക്ക് സ്വയം വേദനിക്കുമ്പോഴേ ഇതിന്റെ വില അറിയൂ. കോടിക്കണക്കിന് രൂപയുടെ മിഷനാണോ നീ പൊട്ടിച്ചെറിയാൻ പറയുന്നത്? നിന്റെ വീട്ടില് ഫാനും AC ഒക്കെ ഉണ്ടല്ലോ അല്ലേ? നിന്റെ അപ്പന്റെ കാശല്ല, അതല്ല എന്റെ കാശാ. എളുപ്പത്തിൽ മിഷൻ ഉടച്ചു കളയാൻ പറയുന്നവൻ. വേറെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പോയി ജോലി ചെയ്യണം. ഒന്നിനും കൊള്ളാത്തവൻ. എടാ, ആരാടാ ഇത്? ഏതോ മെഡിക്കൽ കോളേജിൽ പഠിച്ചവരാണത്രേ. സാറിന് വേണ്ടി ഒരുപാട് നേരെ കാത്തിരിക്കുന്നു. നമസ്കാരം സർ. ഇരിക്കേ. പറയ്. നിങ്ങളുടെ വീട് നല്ല ഭംഗിയുണ്ട്, ശാന്തവുമാണ്. ഇതുപോലത്തെ ഭംഗിയും ശാന്തവും നിങ്ങളുടെ ജോലിക്കാർക്ക് ലഭിച്ചാൽ അവരെത്ര സന്തോഷത്തോടെ ആയിരിക്കും. സാറിന്റെ ഫാക്ടറിയിൽ ഇപ്പോഴും പഴയ മെഷീൻസ് ഉപയോഗിക്കുന്നതുകൊണ്ട് നോർമൽ ഉണ്ടാകുന്ന ശബ്ദത്തേക്കാൾ 2 ഇരട്ടി ശബ്ദം കൂടുതലാണ്. അതുമാത്രമല്ല, ഇവിടെ സ്റ്റീൽ കോട്ടിങ്ങിന് ക്രോമിയം എന്ന രാസവസ്തുയാണ് ഉപയോഗിക്കുന്നത്. ക്രോമിയം ഉപയോഗിക്കണമെങ്കിൽ ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, ശരീരം മുഴുവൻ കവർ ചെയ്യുന്ന ഒരു ഷീൽഡ് വേണം. പല കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടോ എന്നറിയാൻ ഒരു ഡോസിമീറ്റർ, ലാബ് കോട്ട്, ഫേസ് മാസ്ക് ഇതൊക്കെ ഉപയോഗിച്ചേ മതിയാവൂ. നിങ്ങളുടെ ജോലിക്കാർക്ക് 24 മണിക്കൂറിൽ ഒരു പ്രാവശ്യം യൂറിൻ ടെസ്റ്റ് എടുത്ത് ക്രോമിയം അറ്റാക്ക് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പക്ഷെ ഈ ഫാക്ടറിയിലെ ഇതിൽ ഒരു കാര്യം പോലും ഫോളോ ചെയ്യുന്നില്ല. പശുവിന്റെ തവിട് കലക്കുന്നത് പോലെ ക്രോമിയം പാത്രത്തിലൊഴിച്ച് കൈകൊണ്ട കലക്കുന്നത്. അല്പമായി ക്യാൻസറിനാൽ മരിക്കുമെന്ന് അറിയാതെ അവർ ജോലിയെടുക്കുന്നത്. ഇതിനെ കുറിച്ച് നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ കണ്ടിരുന്നു. നിങ്ങളുടെ ഫാക്ടറിയിലേക്ക് ഞാൻ നേരിട്ട് പോയി കണ്ടിരുന്നു. ഐ ഹാവ് ഓൾ ദ എവിഡൻസ്. നോക്കൂ സർ. എവിടെ വന്ന് എന്താ സംസാരിക്കുന്നത്? ഒന്ന് നീ മിണ്ടാതിരിക്കാമോ? ആ കുട്ടി ഫാക്ടറിയുടെ അകത്ത് കയറി എല്ലാം കണ്ടുപിടിച്ചു. ഇപ്പൊ നീ ഒച്ച വെക്കുന്നു ഇരുന്നിട്ട്. മിണ്ടാതിരിടി. അതിനിപ്പോ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫാക്ടറിയിലെ എല്ലാ ജോലിക്കാർക്കും പൂർണ്ണ സുരക്ഷിതത്വം വേണം. പഴയ മെഷീൻസിന് പകരം പുതിയ ശബ്ദമില്ലാത്ത മെഷീൻസ് വേണം. നീ ഏത് ബ്രാൻഡ് ബോഡി സ്പ്രേയാ യൂസ് ചെയ്യുന്നേ? ഏത് ബ്രാൻഡാണ്? മേടിച്ചു നോക്കുന്നത് എന്തിനാ? നീ ഉപയോഗിക്കുന്ന ബ്രാൻഡ് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഉടനെ തന്നെ അത് മാറ്റുമോ? അതുപോലെ തന്നെയാ നീ പറയുന്നത് പോലെ ഞാൻ അനുസരിക്കില്ല. പുതിയ മെഷീൻ വെക്കണമെന്നുണ്ടെങ്കിൽ 6 മാസം ജോലി നിർത്തണം. ജോലി എടുക്കാതെ തല തിരിഞ്ഞവർക്ക് 6 മാസം ശമ്പളവും കൊടുക്കണം. പുതിയ മെഷീൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് ഒരു 150 കോടിയെങ്കിലും കൊടുക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു തെണ്ടി മരിച്ചു എന്ന് കരുതി എന്റെ പണമാണോ നഷ്ടപ്പെടുത്തേണ്ടത്? ഞാൻ ചാക്ക് കണക്കിന് പഞ്ഞു വാങ്ങിച്ചു തരാം. ചെവിയിൽ വെച്ചോണ്ട് മിണ്ടാതെ നടന്നോ. ശബ്ദം കൂടുതലാണത്രേ. വന്നിരിക്കുന്നു. നിങ്ങളുടെ 100 കോടി 200 കോടി ആയിട്ട് മാറ്റാനായിട്ട് എന്തിനാ ഇത്തരത്തിലുള്ള ജോലിക്കാർ മരിക്കുന്നത്? അവളുടെ മട്ടോ അഹങ്കാരമൊക്കെ കണ്ടില്ലേ? ഇപ്പഴെ കൊന്നു തള്ളാതെ മിണ്ടാതിരിയടി കഴുതേ. അവളുടെ കയ്യിലുള്ള തെളിവെന്താന്നറിയില്ലല്ലോ.
എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ആ കമ്പനിയുടെ കെയർലെസ്നെസ്സും സുരക്ഷിതമില്ലായ്മയും മൂലം എനിക്ക് എന്റെ കൽപ്പനയാണ് നഷ്ടമായത്. അവളെ പോലെ തന്നെ ഒത്തിരി ജീവനക്കാർ മരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഫാക്ടറിയിലെ എല്ലാ എവിഡൻസ് കളക്ട് ചെയ്തത്. കേരള ഹൈക്കോടതിയിൽ അവർക്കെതിരെ ഒരു കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. നാളെയാണ് അതിന്റെ ഹിയറിംഗ്. ഈ കേസ് അവർക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ആദ്യം ഫോണിൽ ഭീഷണിപ്പെടുത്തി, ഇപ്പൊ ആളയച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കാം. എന്ത് തന്നെ നടന്നാലും ശരി, നാളെ നിങ്ങളെ കോടതിയിൽ കൊണ്ടുപോയി നിർത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തം. എന്നെ സഹായിക്കാൻ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലോ? നിങ്ങളെന്താ സ്വത്ത് പ്രശ്നത്തിന് വേണ്ടിയോ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ലോ കോർട്ടിൽ പോകുന്നത്? മാമനും അളിയനും തമ്മിലുള്ള പ്രശ്നത്തിന് വേണ്ടി പോകുന്നതാണോ? 1000 പേരുടെ ജീവിത പ്രശ്നമാണിത്. എന്തു സംഭവിച്ചാലും ശരി, ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. ഇവന് വേറെ ജോലിയില്ലേ? മച്ചാനെ, എന്താ പറഞ്ഞത്? ഈ പ്ലാറ്റ്ഫോമിലുള്ള ഓരോരുത്തർക്കും എന്തോ ഒരു ജോലിയുണ്ട്, അവരവരുടെ ടാർഗറ്റ് നോക്കി പോയിക്കൊണ്ടിരിക്കുന്നല്ലേ പറഞ്ഞേ? നമുക്കും ഇപ്പോൾ ജോലി വന്നു കഴിഞ്ഞടാ. ഈ പെണ്ണിനെ കൊണ്ട് ഈ കോടതിയിൽ നിർത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്വം. അയ്യറാ, അതൊക്കെ നിന്റെ ജോലി. എനിക്ക് എന്റെ കാര്യം തന്നെ നോക്കാൻ ഇപ്പൊ സമയമില്ല. നീ അവളെ പ്രേമിക്കുന്നെങ്കിൽ അവളെ പുറകെ പോ, വല്ലവന്റെ കൈ കൊണ്ട് ചാവ്. ജീവൻ ഉണ്ടെങ്കിൽ അവളെ കല്യാണം കഴിച്ചോ. നിന്റെ പ്രേമത്തിന് വേണ്ടി ഞാൻ നിന്റെ കൂടെ വന്ന് ഞാൻ ചാവുന്ന എന്തിനാ? എടാ, നീ എന്റെ കൂട്ടുകാരനാടാ. അത് നിന്റെ മനസ്സിൽ. അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേ? ഇല്ല. അങ്ങനെയാണോ? ആ, ചേട്ടാ ഒരു മിനിറ്റ്. എന്താ അനിയ? ഇവൻ എന്റെ കൂട്ടുകാരനെ അല്ലെന്ന് പറയുന്നു. എന്താ അങ്ങനെ പറഞ്ഞു? ശരിക്കും കിറുക്കാണെന്നേ. എന്തുകൊണ്ടാ അങ്ങനെ? ഇവന് വേണ്ടി ചേട്ടാ ഞാൻ എന്തൊക്കെ സഹായം ചെയ്യുന്ന അറിയാമോ? അതെയോ? ഒരു ദിവസം വെള്ളമടിക്കാൻ കാശില്ലാണ്ട് പഞ്ചായത്തിലുള്ള ബൾബൊക്കെ ഇവന് ഉരിയെടുത്തപ്പോ ജനങ്ങൾ ഒരു ഉപദ്രവിക്കാൻ വന്നു. അവിടെ നിന്ന് ഞാൻ അവനെ രക്ഷിച്ചോണ്ട് വന്നു ചേട്ടാ. അന്നൊക്കെ ഞാൻ നിനക്ക് കൂട്ടുകാരൻ തന്നെ ആയിരുന്നില്ലടാ. മാത്രമല്ല ചേട്ടാ, സിറ്റിയിൽ പോയി ഇവൻ മുടി വെട്ടിയിട്ട് കാശ് കൊടുക്കാൻ പറ്റാതെ പാതി ഷേവിങ്ങോടുകൂടി ഇവൻ നിന്നു. അപ്പൊ കടക്കാരൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നു. അവിടെ നിന്ന് ഞാൻ ഇവനെ രക്ഷിച്ചു ചേട്ടാ. അന്നും ഞാൻ നിനക്ക് കൂട്ടുകാരനല്ലായിരുന്നോടാ. അത് മാത്രമല്ല ചേട്ടാ, അടുത്ത വീട്ടിലെ ചേച്ചി. എടാ, ഇതേ കൂടുതൽ നാണം കെടുത്ത ഒന്നുമില്ല. മൊത്തത്തിൽ കാലനും ക്ഷണക്കത്ത് കൊടുക്കാൻ നീ എന്നെ കൂടെ വിളിക്കുകയാണോടാ? ഞാൻ ചത്താലും കുഴപ്പമില്ലടാ, ഞാൻ നിന്റെ കൂടെ വരാം. താങ്ക്സ് മച്ചാ. അനിയ, സുഹൃത്തുക്കൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഫീൽ ആവരുത്. അവൻ പറഞ്ഞതിൽ എനിക്കൊരു വിഷമമില്ല. അത് പിന്നെ ഈ ജന്മത്തിൽ മനസ്സുകൊണ്ട് അടുക്കാത്തവരെ തമ്മിൽ ചേർക്കാൻ പറ്റൂ? വല്ലത് മനസ്സിലായി? ഫാക്ടറി കേസ് ഒരു പബ്ലിക് കേസായിട്ട് നാളെ തന്നെ ഹൈക്കോടതിയിൽ വരുമെന്നുള്ളത് തീർച്ചയായി. ആ ഡോക്ടർ പെണ്ണാ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. വക്കീൽ എന്താ പറഞ്ഞേ? നമ്മുടെ ഭാഗം വീക്കാണോ അതോ സ്ട്രോങ് ആണോ? ഇങ്ങനെ മിഴിച്ചു നോക്കാതെ സർ, കാര്യം പറ. ഭോപ്പാൽ ഫാക്ടറിയുടെ പ്രശ്നങ്ങൾക്ക് ശേഷം കോടതികൾ മുഴുവനും പൊല്യൂഷൻ ബന്ധപ്പെട്ട കേസുകൾക്കൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് സർ. അത് മാത്രമല്ല, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, ഫാക്ടറീസ് ആക്ട്, ഇതെല്ലാം നമുക്ക് എതിരാണ് സർ. ആ പെൺകുട്ടി മരിച്ചത് അറ്റാക്ക് മൂലമാണെന്ന് അറിഞ്ഞത്. സെക്ഷൻ 299, സെക്ഷൻ 301 എന്നീ വകുപ്പുകൾ ചേർത്താ ഈ കേസ് ജയിക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതിനേക്കാൾ പ്രധാനം ആർട്ടിക്കിൾ 21 കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ രാഷ്ട്രീയ നിലപാടിനെതിരായി അവർ കേസ് കൊടുത്തിട്ടുണ്ട് സർ. തൊഴിലാളുടെ ജീവൻ എന്ന് വെച്ചാൽ അതത്ര നിസ്സാരമായ കാര്യമല്ല സർ. തീർച്ചയായും ഇത് ഹൈക്കോടതിയിൽ ഒരു സീരിയസ് പ്രശ്നമായി മാറും സർ. എന്താ ഇത്? എല്ലാവരും ചുമ്മാ നെഗറ്റീവായിട്ട് സംസാരിച്ച് ഫാക്ടറി അടച്ചുപൂട്ടാനുള്ള വഴി നോക്കുവാണോ? യൂസ്ലെസ് ഫെലോസ്. ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. പബ്ലിക് വഴക്കിൽ ലോക്കൽ സ്റ്റാൻഡ് എന്നൊരു വകുപ്പിരിക്കുന്നത് വക്കീൽമാർക്ക് അറിയോ? അതെന്താ ലോക്കൽ സ്റ്റാൻഡ് എന്ന് വെച്ചാൽ? എടാ, ചായ കുടിക്കാൻ കാശ് വല്ലതും ഉണ്ടോ? ചായ കുടിക്കാൻ കാശ് വേണ്ട, വായ ഉണ്ടായാ മതി. നീ വായ മാത്രമല്ലേ കൊണ്ടുവരുള്ളൂ. എന്റെ ടിക്കറ്റ് എടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് നിന്റെ നല്ല 20 രൂപ വാങ്ങിച്ചേ. അല്ല മച്ചാനെ, അപ്പൊ പിന്നെ നീ എന്ത് വിചാരിച്ചോണ്ട് ആ പെണ്ണിനെ കൊണ്ട് നാട് വിട്ടോടാൻ തീരുമാനിച്ചത്? അതെല്ലാം നശിപ്പിച്ചില്ലേ? ഒരു സുഹൃത്തിന്റെ പ്രണയത്തിന് വേണ്ടി ചങ്ക് പറിച്ചെടുക്കുന്ന മറ്റൊരു സുഹൃത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാ പ്രണയത്തെ തകർക്കുന്ന സുഹൃത്തിനെ ഞാൻ ഇപ്പോഴാടാ കണ്ടെത്തിയത്. എടാ, ഞാൻ നിനക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഓടിച്ചു വിട്ടില്ലെങ്കിലും 2 ദിവസം നിന്റെ കൂടെ ഇരുന്നിട്ട് നിന്റെ കയ്യിൽ കാശില്ലെന്ന് പറയുമ്പോൾ അവളെ ഓടിപ്പോയനെ. അതല്ല മച്ചാനെ, അവളുടെ കയ്യിലും കാശില്ലെന്ന് തോന്നുന്നല്ലോ. കമ്മലും വളയും എല്ലാം ഇട്ടിട്ടുണ്ട്. സ്വർണ്ണമാണോ മുക്ക് വണ്ടോന്ന് ആർക്കറിയാം. വെള്ളമൊക്കെ കുടിച്ചിട്ട് ദേ വരും. എന്ത് ചേട്ടാ, എന്താ പ്രശ്നം? ഒന്നുമില്ല. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ബാഗിൽ ക്രെഡിറ്റ് കാർഡും ATM കാർഡും എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അയ്യോ, ഐ എം സോറി. എത്ര രൂപ നഷ്ടപ്പെട്ടേ? ഇല്ല, കുഴപ്പമില്ല. ബാഗിലൊരു 50,000 ഉണ്ടായിരുന്നു. ഓ, വെയിലിന് നല്ല ചൂടുണ്ടല്ലേ. ഞാനായതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട്. കൊച്ചിയിലെത്തിയ ഉടനെ ഞാൻ നിങ്ങൾക്ക് പൈസ തരാം. വളരെ നന്ദിയുണ്ട്. ചെക്ക് വേണ്ട, കാശായിട്ട് മതി. പ്രിയ, അവൻ വെറുതെ തമാശ പറയാണെന്നേ. ഇവനൊരു റേഷൻ കാർഡ് പോലുമില്ല, പിന്നെയാണ് ATM കാർഡ്. തന്നെടാ നല്ലൊരു സുഹൃത്ത്. പ്രിയ, ആ റൗഡികളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കീറി കളഞ്ഞില്ലേ? ഇനി നമ്മൾ കോടതിയിൽ എങ്ങനെ പോകും? അതൊന്നും ഒരു കുഴപ്പമില്ല. അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റാ. ഒറിജിനൽസ് എല്ലാം വീട്ടിൽ സേഫ് ആയിട്ടുണ്ട്. കൊച്ചിയിലെത്തിയ ഉടനെ കളക്ട് ചെയ്യാം. നോ പ്രോബ്ലം. സൂപ്പർ തന്നെ. എന്തായാലും നല്ലൊരു കാര്യം നീ ചെയ്തേ. ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് പോയി എടുക്കേണ്ടി വരില്ലേ? അതുവരെ നമുക്കൊക്കെ ജീവൻ കാണൂ. എല്ലാം കെയർലെസ്ലെസ്സാ. നമ്മുടെ നാട്ടിലൊരു ചെറിയ കുഴി അടയ്ക്കണമെങ്കിൽ പോലും 2 പേര് മരിക്കണം. ചെറിയ കുട്ടികൾ പടക്ക കമ്പനിയിൽ ജോലി ചെയ്യരുതെന്നാ നിയമം.
പക്ഷേ 24 കുട്ടികൾ കത്തി മരിച്ചതിന് ശേഷം ആ റൂൾസ് എന്നെ ഫോളോ ചെയ്യുന്നത്. ഒരു ഹൈവേ റോഡിൽ ഒത്തിരി കാലമായിട്ട് ഒരു കിണർ തുറന്നിട്ടുണ്ടാവും. ഒരു ദിവസം ഒരു ബസ് മറിഞ്ഞ് 100 പേര് മരിച്ചതിന് ശേഷം ആ കിണർ തൂർക്കുന്നത് തന്നെ. ആ സ്ലാബിന് വെറും 5000 രൂപയേ ഉള്ളൂ. അത് കുറച്ച് മുമ്പേ ചെയ്തിരുന്നെങ്കിൽ 100 പേര് രക്ഷപ്പെട്ടേനെ. ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് സ്കൂൾ ബസ് നല്ല കണ്ടീഷനിലാണോ എന്ന് അറിയാൻ തന്നെ ഒരു കുട്ടി മരിക്കണം. നമ്മുടെ നാട്ടിലെ ATM മെഷീന് കാവൽക്കാരുണ്ട്, എന്നാൽ മനുഷ്യർക്കില്ല. എല്ലാവരും മരിച്ചതിന് ശേഷം ആക്ഷൻ തന്നെ എടുക്കുന്നത്. ആരും മരിക്കാതിരിക്കാനാണ് ഞാൻ ആക്ഷൻ എടുക്കുന്നത്. ചന്ദ്രികേ, എടി ചന്ദ്രികേ, നീ എവിടെയാ? എടി, വിവരം കേട്ടവളെ, അവളെ കൊല്ലാൻ ആളെ അയച്ചോ? പിന്നെ നിങ്ങളെ പോലെ സൈസ് എന്താണെന്ന് ചോദിച്ചു ഒലിപ്പിച്ചോണ്ടിരിക്കണോ ഞാൻ? നിങ്ങൾക്ക് സമ്പാദിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, അത് കാത്തു സൂക്ഷിക്കുന്നത് ഞാനാ. ഇങ്ങനെ മണ്ടത്തരം പറയില്ലടി നീ. റെയിൽവേ പോലീസിന്റെ കയ്യിലെങ്ങനെ അവന്മാര് കുടുങ്ങിയാല് എൻക്വയറി വന്നാ നീ കുടുങ്ങുന്ന ഉറപ്പാ. നീ ഓടിക്കോ, ഞാൻ നോക്കിക്കോളാം. എന്ത് നോക്കാന്നാ പറയുന്നേ? സമ്പാദിച്ചെല്ലാം ഫാക്ടറിയിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലേ? ഇനി ഫാക്ടറി മൂടിയിട്ട് കോർട്ടോ കേസെന്ന് അലയാൻ പറയുവാണോ? ഏതോ ഒരുത്തിക്ക് വേണ്ടി ഞാൻ പേടിച്ച് പിന്മാറില്ല. അവളുടെയൊക്കെ മുന്നിൽ തോറ്റോണ്ടല്ലോ വീട്ടിലെ വേലക്കാർ പോലും എനിക്ക് മര്യാദ തരത്തില്ല. അവള് കോർട്ടിൽ പോകുന്നതിന് മുമ്പ് ചാകണം. ഇവരറിയാതെ ഇങ്ങനെ ഒന്നും പറയല്ലേ. അവള് ചത്ത പ്രശ്നം കൂടുകയുള്ളൂ. പിന്നെ ട്വിറ്റർ ഫേസ്ബുക്കിൽ ഇട്ട് നാറ്റിക്കും. നീ മിണ്ടാതിരുന്നാ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ശരിക്കും ഒരു പേടിച്ച തുറി. നിന്റെയൊക്കെ കൂടെ ജീവിക്കുന്നതേ വേസ്റ്റ്. പെട്ടെന്ന് ഡിവോഴ്സ് വാങ്ങുന്ന എനിക്ക് നല്ലത്. പിന്നില്ലേ അവളുടെ കൊലപാതകത്തിന്റെ പുറകിൽ നിങ്ങളോ ഞാനോ നമ്മുടെ വാച്ച്മാനോ ആരും ഉണ്ടാവില്ല.